ബി.ജെ.പി യുവ എം.പിക്കെതിരെ ഗുരുതര ആരോപണവുമായി കോൺഗ്രസ് നേതാവും കർണാടക മന്ത്രിയുമായ പ്രിയങ്ക് ഖാർഗെ. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാനുള്ള വിദേശ സന്ദർശനത്തിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി എം.പി കൂടിക്കാഴ്ച നടത്തി. എം.പിയെ ട്രംപ് പരിഹസിച്ചു. തിരിച്ചെത്തിയ എം.പിയെ ബി.ജെ.പി കേന്ദ്ര നേതൃത്വം ശാസിച്ചെന്നും പ്രിയങ്ക് ഖാർഗെ വെളിപ്പെടുത്തി. വിനീത വി.ജി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. വിനീത, വിവരങ്ങൾ എന്താണ് വിനീത? എക്സ്പോസ്റ്റിലൂടെയാണ് ഇങ്ങനെ ഒരു ഗുരുതരമായിട്ടുള്ളൊരു ആരോപണം പ്രിയങ്ക ഖാർഗെ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായും പറയുന്നത് ബി.ജെ.പി എം.പി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ളതാണ്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെയോ അല്ലെങ്കിൽ ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായിട്ടാണ് ഇവർ US എത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഒപ്പമുണ്ടായിരുന്ന സംഘാംഗങ്ങളോട് പോലും പറയാതെയായിരുന്നു ഈ കൂടിക്കാഴ്ച എന്നുള്ളത് തന്നെയാണ്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതിയും ഈ കൂടിക്കാഴ്ചയ്ക്ക് ഉണ്ടായിരുന്നില്ല എന്നും പ്രിയങ്ക ഖാർഗെ ആരോപിക്കുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായുള്ള US സന്ദർശനത്തിനിടെയായിരുന്നു ഈ കൂടിക്കാഴ്ച നടന്നത്. അതായത് മാറേ ലോഗോ ക്ലബിൽ വെച്ചായിരുന്നു ഈ കൂടിക്കാഴ്ച നടന്നതെന്നാണ് ഈ പ്രിയങ്ക ഖാർഗെയുടെ ആരോപണം. ഈ എം.പി വലിയ തുക നൽകി ഈ ക്ലബിൽ പ്രവേശനം തരപ്പെടുത്തിയെന്നും പിന്നീട് പ്രധാനമന്ത്രിയുടെ അടുത്ത അനുയായി എന്ന് സ്വയം പരിചയപ്പെടുത്തിയാണ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയതെന്നുമാണ് പറയുന്നത്. എന്നാൽ പരിഹാസ രൂപേണയുള്ള ട്രംപിന്റെ മറുപടിയിൽ യുവ എം.പി ഇറങ്ങിപ്പോയതായും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി ഇല്ലാതെയായിരുന്നു ഈ കൂടിക്കാഴ്ച എന്നുള്ളതാണ് ഈ പ്രിയങ്ക ഖാർഗെ ഉന്നയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ തിരിച്ചെത്തിയ എം.പിയെ ബി.ജെ.പി കേന്ദ്ര നേതൃത്വം വിളിച്ചു വരുത്തി ശാസിച്ചുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ബി.ജെ.പിയുടെ ഭാഗത്ത് നിന്ന് ഈ ആരോപണത്തോട് ബി.ജെ.പി ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കുന്നുണ്ടോ വിനീത? ഇതുവരെ ഈ ആരോപണവുമായി ബന്ധപ്പെട്ട ബി.ജെ.പി നേതാക്കളോ ബി.ജെ.പി കേന്ദ്ര നേതൃത്വമോ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷെ അതേസമയം ഈ വിഷയം കൂടുതൽ രാഷ്ട്രീയ ചർച്ചകളിലേക്ക് പോവുകയാണ് എങ്കിൽ കോൺഗ്രസ് ഇതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കാൻ തന്നെയാണ് സാധ്യത എന്നാണ് അറിയാൻ കഴിയുന്നത്. ശരി, വിനീത വി.ജി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.